നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടിപ്സൊക്കെ ഉപയോഗിച്ചു, നല്ല റിസൾട്ടായി എന്ന് പറഞ്ഞു. അതുപോലെ 2 വർഷമായിട്ട് മുടി കൊഴിച്ചിലുണ്ടായത്. ഇപ്പോൾ ഈ നമ്മുടെ ടിപ്സൊക്കെ ഉപയോഗിച്ച് പിന്നെ മുടി കൊഴിച്ചിലൊക്കെ നിന്നു എന്ന് കേട്ടു. വളരെ വളരെ സന്തോഷം കേട്ടോ. ഏകദേശം 1-2 ആഴ്ചയല്ലേ എടുത്തുള്ളൂ ടിപ്സ് അല്ലേ? എനിക്ക് തോന്നുന്നു. അപ്പോഴത്തേക്കും നല്ല റിസൾട്ട് ഉണ്ടായി അല്ലേ? വളരെ സന്തോഷം. എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവും. 100% റിസൾട്ട് ഉണ്ടാവും കേട്ടോ. മുടി വേണ്ട പോലെ കെയർ ചെയ്ത് രാത്രി കെട്ടി വെക്കണം കേട്ടോ. മുടി അഴിച്ചിടാതെ വിടുത്തി കെട്ടി വെക്കണം കേട്ടോ. നീർപ്പിടുത്തൊന്നും ഇല്ലാത്തവർക്ക് ജെല്ല് പോലെയുള്ളതൊക്കെ ഉപയോഗിക്കാം കേട്ടോ കെട്ടുമ്പോൾ. അല്ലെങ്കിൽ അല്പം ഓയിലോ എന്തെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അല്ലാത്തവർ കുളിക്കുന്നതിന് മുമ്പ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ കടുകെണ്ണ നല്ലെണ്ണയാണോ എന്ന് ചോദിച്ചു കേട്ടോ. കടുകെണ്ണ നല്ലെണ്ണയല്ല കേട്ടോ. കടുകെണ്ണ കടുകിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ. നല്ലെണ്ണ എള്ളെണ്ണ എന്നൊക്കെ പറയുന്നത് എള്ളിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. കടുകെണ്ണ വേറെയാണ്, എള്ളെണ്ണ വേറെയാണ് കേട്ടോ. അപ്പം കടുകെണ്ണയ്ക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, പറഞ്ഞല്ലോ ഇന്നലെ. ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ള സംഭവമാണ്. അപ്പം നമുക്ക് എന്തിനും ഉപയോഗിക്കാം. നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എന്തെണ്ണയും ഞാൻ പറഞ്ഞ പോലെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ചായിട്ട് വേണം ഉപയോഗിക്കാൻ. നമുക്ക് പിടിക്കോ ഇല്ലയെന്ന് നമുക്ക് അറിയണമല്ലോ. കുറച്ചാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. പിടിക്കും. മുഖത്ത് ഗ്ലേസിങ്ങിനൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല ഷൈനിങ് ഉണ്ടാവും കടുകെണ്ണ കൊണ്ടുള്ള പാക്ക് കേട്ടോ. ഒക്കെ നല്ല നല്ല റിസൾട്ടാണ്. നമ്മളറിയാതെ പോകുന്ന പലതും നമുക്ക് റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ മുടി കൊഴിച്ചിൽ ഒരുപാട് പേര് ദുഃഖിക്കുന്നുണ്ട്. മുടി കൊഴിഞ്ഞു പോണു, ഡോക്ടറെ കണ്ടിട്ട് മാറിയില്ല, എണ്ണകൾ തേച്ചിട്ട് മാറിയില്ല, അങ്ങനെ ഒരുപാട് ദുഃഖിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാണുന്നവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ പറയുന്നത്. അവർക്കും കൂടി ഉപകാരപ്രദമാവുമല്ലോ. ഈ വീഡിയോ കാണാത്തവർക്ക് കൂടി ഉപയോഗമാവുമല്ലോ. അപ്പോൾ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. നമ്മളെ കൊണ്ടാവുന്ന ഒരു സഹായം അത് ചെയ്യണം കേട്ടോ. ഒരുപാട് പേരുണ്ടാവും വിഷമിക്കുന്നവർ കേട്ടോ. അപ്പോൾ നമ്മുടെ സൈക്ലിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവാം. അപ്പോൾ നമ്മൾ വേണ്ട ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ആൾക്കാരിൽ എത്തിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ എല്ലാവരും ഉപയോഗിച്ചോളൂ. വാല് പോലെ വരുന്നത് മറ്റേ ലെങ്ത്തിന്റെ കാര്യം ഞാൻ അന്ന് സൂചിപ്പിച്ചല്ലോ. ആദ്യത്തെ മുടിയാണ്. പിന്നെ മുടി വളർന്നുകൊണ്ടിരിക്കുന്ന മുടി ലോങ് ആവാൻ ഇത്തിരി താമസം എടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ആദ്യത്തെ മുടി അപ്പൊ വരുമ്പോൾ നമുക്ക് അത് വാല് പോലെ തോന്നും കേട്ടോ. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ചെറിയ മുടി വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഇത് കണ്ടോ, തൈരാണ് കേട്ടോ. തൈരില് നമുക്ക് നമ്മുടെ കടുകെണ്ണ ഇടാം കേട്ടോ. ആവശ്യത്തിന് തൈര് എടുക്കാം. തൈരില് കടുകെണ്ണ ചേർക്കാം കണ്ടോ. കടുകെണ്ണ ചേർക്കാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ പാക്കിൽ എപ്പോഴും ചേർക്കുന്ന നെല്ലിക്കപ്പൊടി ചേർക്കും. നെല്ലിക്കപ്പൊടി ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ നെല്ലിക്കപ്പൊടി കൂടി ആകുമ്പോൾ നമ്മൾ വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഈ കടുകിൻ്റെ എണ്ണമയമൊക്കെ മാറും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇത് ഷാമ്പൂ ഒന്നും ഇടാൻ പാടില്ലല്ലോ തലയിൽ. അപ്പോൾ നമുക്ക് എണ്ണ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഈ നെല്ലിക്കപ്പൊടി കൂടി ഇടുന്നത് കേട്ടോ. അപ്പോൾ നെല്ലിക്കപ്പൊടി ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. അപ്പോൾ താരൻ പോകും കേട്ടോ. ഇതെല്ലാം തേക്കുമ്പോൾ താരൻ പോകും, മുടി കൊഴിച്ചിൽ മാറും, പുതിയ മുടികൾ വന്നുകൊണ്ടിരിക്കും. സ്കാൽപ്പിലെ ഡാമേജ് ഉണ്ടെങ്കിൽ എല്ലാം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ബെസ്റ്റാണ് കേട്ടോ. ഇതുപോലെ പേസ്റ്റ് പോലെ ആക്കി നല്ല തണുപ്പായിരിക്കും തലയ്ക്ക് കേട്ടോ. അപ്പം ഇത് പരട്ടിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. നീർപ്പിടുത്തുള്ളവര് രാസനാദിപ്പൊടി നെറുകയിൽ തിരുമ്മിയിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് എടുത്ത് ചെയ്യരുത് കേട്ടോ. കുറച്ചെടുത്ത്. ഇപ്പോൾ കടുകെണ്ണ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു 3 ഡ്രോപ്സ് 4 ഡ്രോപ്സ് ഒക്കെ എടുക്കണ്ടു കേട്ടോ. എടുത്തിട്ട് കുറച്ച് തൈര് കൂട്ടിയിട്ട് അപ്ലൈ ചെയ്യാം. നെറുകയിൽ അധികം പിടിപ്പിക്കാതെ ഇരിക്കുക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ അവർക്ക് അത് ശീലമാവുമല്ലോ.
നമ്മുടെ സ്കാൽപ്പൊക്കെ ആക്സെപ്റ്റ് ചെയ്യും എന്നുണ്ടെങ്കിൽ നമുക്കത് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ എന്തും നമ്മൾ ഒരുപാട് അങ്ങോട്ട് തേക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് വയ്യാതെ വരരുത്. നീർപ്പിടുത്തം ചിലവർക്ക് എല്ലാം പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ നിറകെ ചെയ്യാതെ സൈഡിൽ തലോട്ടിലൊക്കെ ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. കണ്ടോ? എന്നിട്ട് ഈ പാക്ക് തൈര്, നമ്മുടെ കടുകെണ്ണ, പിന്നെ നെല്ലിക്കപ്പൊടി, ഈ പാക്ക് നമ്മൾ തലയിൽ ഇതുപോലെ തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കണം. പിടിപ്പിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. നാളെ വേറൊരു ടിപ്പുമായിട്ട് വരാം. ഓക്കെ, എല്ലാവർക്കും നല്ല വരട്ടെ.